അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാലിന് 36 വയസ്സ് തികഞ്ഞു. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഏകദേശം 2 പതിറ്റാണ്ടായി കോമയിലാണ്. നിലവിൽ വെന്റിലേറ്ററിലും ജീവൻ രക്ഷാ സംവിധാനവും ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ നിലനിർത്തുന്നത്. 2005 അൽ വലീദ് രാജകുമാരന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ അപകടം സംഭവിക്കുന്നത്. സൈനിക കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം കോമ അവസ്ഥയിലേക്ക് പോകുകയായിരുന്നു. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് രാജകുമാരനെ പരിചരിക്കുന്നത്. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരണം സംഭവിച്ചേക്കാം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം പരിക്കേറ്റുവെന്ന ബോധ്യമായ വേളയിൽ വെന്റിലേറ്ററിൽ നിന്ന് നീക്കാൻ ഡോക്ടർമാർ അന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ പിതാവ് തടയുകയായിരുന്നു ചെയ്തത്. വൈദ്യലോകത്തിന്റെ പ്രതീക്ഷ ഓരോ ദിവസവും കൈവിടുമ്പോഴും അന്ന് രാജകുടുംബത്തിന്റെ പ്രതീക്ഷ നഷ്ടമായിരുന്നില്ല. അപകടം നടന്ന് 14 വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന ചെറിയ സൂചന അൽ വലീദ് പിന്നീട് നൽകിയിരുന്നു. എങ്കിലും കാത്തിരിപ്പിന് ഇതുവരെ ഫലമുണ്ടായില്ല. 2019 അദ്ദേഹത്തിന്റെ വിരലുകൾ പതിയൊന്ന് ചലിച്ചിരുന്നു. ചെറുതായൊന്നു മാറി. എന്നാൽ അതിനുശേഷം ഒരു പുരോഗതിയും കണ്ടിട്ടില്ല. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയും പരിരക്ഷയും നൽകാൻ സാധിക്കുന്ന കുടുംബത്തിലെ അംഗം തന്നെയാണ് ഈ രാജകുമാരൻ. എന്നാൽ പണം കൊണ്ട് നേടാവുന്നതിലും അപ്പുറമെന്തോ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ അൽ വലീദ് ബിൻ തലാൽ രാജകുമാരന്റെ മകനാണ് ഇദ്ദേഹം. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.